എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ അഞ്ചാമത്തെ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ കീ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ചോദ്യങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഇതാ ഇങ്ങനെയുള്ള സീരീസ് ആയിരുന്നു അല്ലേ? കോഡിംഗ് ഡീകോഡിംഗ് അല്ല, ശരിക്കും ഇത് ഒരു ലെറ്റർ സീരീസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ ലെറ്റർ സീരീസും കോഡിംഗ് ഡീകോഡിംഗ് വെച്ച് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് വേറൊരു മെത്തഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കിയാവും. യെസ്, അല്ലേ? യെസ്, ഇവിടെ എങ്ങനെയാ വന്നിരിക്കുന്നത്? IMHP എന്നുള്ളത് MPJQ, പിന്നെ അടുത്തത് QSLR, പിന്നെ UVNS, അടുത്ത എന്തായിരിക്കും വരിക എന്നുള്ളതാണ് ചോദ്യം വന്നിരുന്നത്. ഇത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന സാധനം ഇതാണ് അല്ലെ? നമ്മുടെ റഫ് ഷീറ്റ് കിട്ടുമ്പോൾ തന്നെ ഈ ഒരു സാധനം A മുതൽ M വരെ എഴുതി വെച്ച് എമ്മിന് തൊട്ട് താഴെയുന്ന N മുതൽ സെറ്റ് വരെ തിരിച്ച് എഴുതി വെക്കാം. പിന്നെ അതിന്റെ പൊസിഷൻസ് മുകളിൽ എഴുതി വെക്കാം. ഇത് നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ? ഇവിടെ IMHP എങ്ങനെ MPJQ ആയി എന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കും. ഇവിടെ M ആണ്. I എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്റർ ആണ് നോക്കൂ? I 9ാമത്തെ ലെറ്റർ ആണ് അല്ലെ? സോ ആ 9ാമത്തെ ലെറ്റർ M എന്ന് പറയുന്ന ലെറ്റർ I മീൻസ് M എത്രാമത്തെ ലെറ്റർ? 13ാമത്തെ ലെറ്റർ ആണ്. അടുത്തത് Q എത്രാമത്തെ ലെറ്റർ ആണ് നോക്കൂ? Q എന്ന് പറയുന്നത് 17ാമത്തെ ലെറ്റർ ആണ്. then U എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്റർ ആണ് നോക്കൂ? 21ാമത്തെ ലെറ്റർ. അപ്പൊ എന്താണ് ഫസ്റ്റ് ലെറ്ററിൽ സംഭവിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ലെറ്ററിൽ സംഭവിച്ചിരിക്കുന്നത് ജസ്റ്റ് 4 എണ്ണം വെച്ച് കൂടി പോവാണ് ചെയ്തേക്കണം. 9 13ആയി, 13 17ആയി, 17 21ആയി. അപ്പൊ 21 പ്ലസ് 4 25. ഏതാണ് അടുത്ത ലെറ്ററിന്റെ ഫസ്റ്റ് ലെറ്റർ? Y ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടിയാൽ ഇതല്ല വരിക, ഫസ്റ്റ് ലെറ്റർ എന്തായാലും Y ആയിരിക്കും എന്നുള്ളത് കിട്ടി. അതായത് 4 എന്നാണ് ഡിഫറൻസ് വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി അടുത്ത് നോക്കൂ, രണ്ടാമത്തെ ലെറ്ററിൽ നമുക്ക് ഇവിടെ ഡൗട്ട് ഉണ്ടോ? YYPT, YYOT, YXPT ആണ് വരുന്നത്. സോ രണ്ടാമത്തെ ലെറ്റർ നമുക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ നമുക്ക് നോക്കാം അല്ലെ? M എത്രാമത്തെ ലെറ്റർ ആണ് നോക്കൂ? M 13ാമത്തെ ലെറ്റർ ആണ്. PI മീൻസ് P എത്രാമത്തെ ലെറ്റർ? P 16ാമത്തെ ലെറ്റർ ആണ്. then SI മീൻസ് S എത്രാമത്തെ ലെറ്റർ? S 9ാമത്തെ ലെറ്റർ ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പൊസിഷൻസ് എഴുതി വെക്കുന്ന ഗുണം അതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ലെറ്ററിന്റെ പൊസിഷൻ കിട്ടും. S 19 ആണ്. V എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്റർ ആണ്? V 22ാമത്തെയാണ്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്ന? 13 16ആയി, 16 19ആയി, 19 22ആയി. അപ്പൊ 3 വെച്ച് കൂടി 22 പ്ലസ് 3 25ാമത്തെ ലെറ്റർ ആണ് അടുത്തത് വരേണ്ട. 25ാമത്തെ ലെറ്റർ ഏതാ നോക്കൂ? Y ആണ്. അപ്പൊ Y ആണ് നമുക്ക് ഉറപ്പായി. YXPT അല്ല. ഇനി ഉള്ളത് YYPT ആണോ YYOT ആണോ എന്നതാണ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ലെറ്റർ കൂടെ കണ്ടുപിടിക്കാം. മൂന്നാമത്തത് P ആണെങ്കിൽ ഓപ്ഷൻ എയും, മൂന്നാമത്തെ O ആണെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും വരിക അല്ലെ? അപ്പൊ നോക്കൂ, മൂന്നാമത്തെ H എത്രാമത്തെ ലെറ്റർ? 8ാമത്തെ ലെറ്റർ ആണ് H. then J എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്റർ ആണ്? 8ാമത്തെ ലെറ്റർ ആണ് J. then L എത്രാമത്തെ ലെറ്റർ? 12ാമത്തെയാണ്. N എന്ന് പറയുന്നത് എത്രയാണ്? 14ാമത്തെയാണ്. അപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 8 10ആയി, 10 12ആയി, 12 14ആയി, 14 പ്ലസ് 2 16. 16 എന്ന് പറയുന്നത് ഏതാണ്? P ആണ് അല്ലെ? അപ്പൊ YYPT ആയിരിക്കും ഇവിടെ ആൻസർ. അപ്പൊ ഇങ്ങനെ ലെറ്റർ സീരീസ് ഒക്കെയാണ് വരുന്നെങ്കിൽ ആ ഫസ്റ്റ് ലെറ്റേഴ്സ് തമ്മിലായിരിക്കും ബന്ധം, സെക്കൻഡ് ലെറ്റേഴ്സ് തമ്മിൽ വേറൊരു ബന്ധം ഉണ്ടാവും, തേർഡ് ലെറ്റേഴ്സ് തമ്മിൽ വേറൊരു ബന്ധം ഉണ്ടാവും. ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാൻ വരും. ഓക്കെ അല്ലെ? മൂവിങ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. എന്താണ് ചോദ്യം? ഫേസറിനെ നമ്മൾ GZDDE എന്നും VK എന്നുള്ളതിനെ നമ്മൾ WZDZZ എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലേബർ എങ്ങനെയായിരിക്കും കോഡ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ ഒരു ലോജിക് കണ്ടുപിടിക്കണം അല്ലെ? സോ എന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോജിക് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത് ഫേസ്ഡ് അല്ലെ? ഫേസ് എന്ന് പറയുന്ന സാധനത്തിന് FACED എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നു? GZDDE എന്ന് എഴുതിയിരിക്കുന്നു അല്ലെ? നോക്കൂ, F എന്ന് പറയുന്നത് 6ാമത്തെ ലെറ്ററും G എന്ന് പറയുന്ന 7ാമത്തെ ലെറ്ററും ആണ്. അപ്പൊ +1 ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. A എന്ന് പറയുന്ന 1ാമത്തെയും Z 26ാമത്തെയാണ്. പക്ഷെ നമുക്കറിയാം A നമ്മൾ റൗണ്ടിൽ എഴുതുകയാണെങ്കിൽ A തൊട്ട് ബാക്കിൽ ഏതാ വരിക? Z അല്ലേ വരിക അല്ലെ? അപ്പൊ തൊട്ട് ബാക്കിലേക്കാണ് അവിടെ വന്നിരിക്കുന്നത് -1. CDI മീൻസ് +1, EDI മീൻസ് -1, DEI മീൻസ് +1. അപ്പൊ എന്താണ് സംഭവം? +1 -1 +1 -1 +1 അതാണ് കണ്ടീഷൻ. നമുക്ക് വേക്കേന്റെ കേസിലും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. V എന്ന് പറയുന്നതിന്റെ തൊട്ടപ്പുറത്തുള്ള ലെറ്റർ ആണ് W. കറക്റ്റ് ആണ്. എന്റെ തൊട്ട് ബാക്കിലുള്ള ലെറ്റർ ആണ് Z. C കഴിഞ്ഞ് D, എന്റെ തൊട്ട് ബാക്കിലെ Z, Y കഴിഞ്ഞ് Z. കറക്റ്റ് ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ലേബർ എന്നുള്ളതും നമ്മൾ അതേ മെത്തേഡ് ഉപയോഗിച്ചായിരിക്കും ഇവിടെ കോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ലേബറിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? +1 -1 +1 -1 +1 ആണ് അല്ലെ? സോ M ആണ് ഫസ്റ്റ് ലെറ്റർ എന്നുള്ളത് എല്ലാവരുടെയും ക്ലിയർ ആണ്. എന്നാലും ജസ്റ്റ് L കഴിഞ്ഞ M തന്നെയാണല്ലോ വരിക. ഏത് തൊട്ട് ബാക്കിൽ ഏതാ വരിക? Z ആണ് വരിക. അപ്പൊ ഒറ്റ ഓപ്ഷനിൽ മാത്രമേ Z വരുന്ന ഒരു ഓപ്ഷൻ ഉള്ളൂ. MZCNS എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ ആ ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ. സോ അപ്പൊ അതായിരിക്കും സിമ്പിൾ.
വേറെ എവിടെയും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നില്ലല്ലോ. ബാക്കി എല്ലായിടത്തും MP അല്ലെങ്കിൽ MA ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ അപ്പൊ ഏതായിരിക്കും ആൻസർ? MZ. ബാക്കി ഒന്നും കണ്ടുപിടിക്കാൻ നിങ്ങൾ നിൽക്കുന്നുണ്ട്. ബാക്കി കണ്ടുപിടിച്ചാലും അത് തന്നെയായിരിക്കും വരിക. എന്നാലും നമ്മളത് കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട ജസ്റ്റ് ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയും മെത്തേഡിനെ. ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ആൻസർ. അടുത്ത ക്വസ്റ്റൻ എന്താണ്? 5നെ നമ്മൾ 12, 18, 44, 10 എന്ന് കൊടുത്തിരിക്കുന്നു. സോ നോക്കേണ്ടത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ 5 അല്ലെ. സോ 1, 2 അറിയില്ല 12, 18 തന്നെയാണോ എന്നുള്ളത്. 18, 44, 10 ഇങ്ങനെ തന്നെയാണോ കൊടുത്തിരിക്കുന്നത് അറിയില്ല. നോക്കാം. എഫ് എത്രാമത്തെ ലെറ്റർ ആണ് നോക്കൂ. എഫ് എന്ന് പറയുന്ന 6ാമത്തെ ലെറ്റർ ആണ് അല്ലെ. എഫ് ശരിക്കും 6ാമത്തെ ലെറ്റർ ആണ്. ഐ 9ാമത്തെ ലെറ്റർ ആണ്. വി എന്ന് പറയുന്നത് 22ാമത്തെ ലെറ്റർ ആണ്. ഈ 5ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? 6ന്റെ ഇരട്ടിയാണ് 12, 9ന്റെ ഇരട്ടിയാണ് 18, 22ന്റെ ഇരട്ടിയാണ് 44, 5ന്റെ ഇരട്ടിയാണ് 10. അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷൻ എടുത്ത് അതിന്റെ ഇരട്ടി കണ്ടുപിടിക്കുകയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ 3. നമ്മളപ്പോ 4ന്റെ കേസ് നോക്കി പോകണ്ട, കാരണം നമുക്ക് ആദ്യത്തേൽ തന്നെ നമുക്ക് ഐഡിയ കിട്ടി. ഇനി പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. ടി എത്രാമത്തെ ലെറ്റർ ആണ് നോക്കൂ. ടി എന്ന് പറയുന്നത് 20ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ ഇവിടെ തുടങ്ങേണ്ടത് 40 വെച്ചിട്ടാണ്. എല്ലാവരുടെയും 40 തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തേത് 16 തന്നെയാണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. സോ അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. മൂന്നാമത്തെ 36 തന്നെയാണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. സോ അതിലും കൺഫ്യൂഷൻ ഇ. എല്ലാത്തിലും 36 അല്ലേ വന്നിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ലെറ്ററിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. ഈ എത്രാമത്തെ ലെറ്റർ ആണ് നോക്കൂ. ഈ 5ാമത്തെ ലെറ്റർ. അപ്പൊ 5ന്റെ ഇരട്ടി 10, അടുത്ത 5ന്റെ ഇരട്ടിയും 10. അപ്പൊ 40, 16, 36, 10. സിമ്പിൾ. യെസ്. അടുത്ത ക്വസ്റ്റൻ എന്താണ്? 1 ലെറ്റർ ക്ലസ്റ്റർ ഇൻകറക്റ്റ് ആയിട്ടുള്ള ലെറ്റർ ക്ലസ്റ്റർ ഇതിനകത്ത് അതേതാണെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇൻകറക്റ്റ് ലെറ്റർ ക്ലസ്റ്റർ കണ്ടുപിടിക്കണം. നമ്മൾ അഗെയിൻ നോക്കുന്നു. YCGIMQ അല്ലെ, SBZ CGK MQU. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സാധനം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നോക്കൂ, YII എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര എണ്ണം ഡിഫറൻസ് വന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി. YII അല്ലെ, Y എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ? 25ാമത്തെയാണ്. പിന്നെ ഐയിലേക്ക് പോകുമ്പോൾ അത് 9ാമത്തെ ലെറ്റർ. അപ്പൊ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരും. അപ്പൊ എണ്ണമാണ് നല്ലത്. 1, 2, 3, 4, 5, 6, 7, 8, 9 ാമത്തെ ലെറ്റർ ആണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 10 എണ്ണം ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ IM Z നോക്കൂ. I എത്രാമത്തെയാ? 9. Z എത്രാമത്തെയാ? അല്ല, IM S എത്രാമത്തെയാ? 19ാമത്തെയാ അല്ലെ. സോ വീണ്ടും എത്ര എണ്ണം വന്നു? 9 കഴിഞ്ഞ് 19 എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 10 എണ്ണം ഫ്രണ്ടിലേക്ക് വന്നു. SCI മീൻസ് എസിന്റെ അവിടുന്ന് 10 എണ്ണം ഫ്രണ്ടിലേക്ക് വന്നതാണോ? സി നോക്കൂ. 1, 2, 3, 4, 5, 6 അല്ലെ, 7, 8, 9, 10 കറക്റ്റ് ആണ്. അവിടെയും 10 എണ്ണം ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നു. ദെൻ സി കഴിഞ്ഞ് M ആവാന്ന് മീൻസ് നോക്കൂ. സി 3ാമത്തെയും M 13ാമത്തെയാണ്. കറക്റ്റ് ആണ് അല്ലെ. 10 എണ്ണം ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നു. ഫസ്റ്റ് ലെറ്റേഴ്സിന് ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാം 10 എണ്ണം 10 എണ്ണം കഴിഞ്ഞിട്ടുള്ള സാധനം വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡിലേക്ക് പോവാം. സെക്കൻഡ് ലെറ്റേഴ്സ് നോക്കൂ. സി MI. സി എത്രാമത്തെയാ? 3ാമത്തെയും M 13ാമത്തെയും. വീണ്ടും അഗെയിൻ തന്നാണ് ഫ്രണ്ടിലേക്ക് വന്നേക്കണം. MVI. M എത്രാമത്തെയാ? M 13ാമത്തെ. വി എന്ന് പറയുന്നത് 22ാമത്തെ. സോ അവിടെ ജസ്റ്റ് 9 എണ്ണമാണ് ഫ്രണ്ടിലേക്ക് വന്നേക്കണം. നമുക്ക് നോക്കാം. അടുത്ത VGI മീൻസ് വി എന്ന് പറയുന്നത് 22ാമത്തെയും ജി എന്ന് പറയുന്നത് 7ാമത്തെയാണ്. നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 അല്ലെ. സോ അവിടെ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ലോ അല്ലെ. സോ 9, 11 ഇങ്ങനെയാണ് വരുന്നത്. ശരിക്കും അത് നോക്കൂ. വിക്ക് പകരം അവിടെ കൊടുത്തിരിക്കുന്ന W ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് ജി എന്ന് പറയുന്ന 10ാമത്തെ ലെറ്റർ അല്ലേ അല്ലെ. അപ്പൊ അതവിടെ കറക്റ്റ് ഓർഡറിൽ വരുമായിരുന്നു. അപ്പൊ ഏതാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സാധനം? SBZ എന്ന് പറയുന്ന സാധനം ഇവിടെ തെറ്റാണ്. കാരണം ലോജിക്ക് ഫോളോ ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. 9 കഴിഞ്ഞിട്ട് പിന്നെ 8 വരികയാണെങ്കിൽ ഓക്കെ, ആ ഒരു ലോജിക് ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ 10 കഴിഞ്ഞ് 9 കഴിഞ്ഞ് പിന്നെ 11 ഡിഫറൻസ് വരുന്നത്. സോ അതൊരു ലോജിക് ഉള്ള സാധനമല്ലേ. അപ്പൊ ഏതാണ് തെറ്റ്? SBZ ആണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള സാധനം. അതിന് പകരം SW ആയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ബാക്കി നമ്മൾ 3ാമത്തെ സ്ഥാനത്തിലേക്ക് നമ്മൾ നോക്കിയിട്ടില്ല. സോ എങ്ങനെയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നു എന്നതിന്റെ മീൻസ്. ഓക്കെ അല്ലേ? യെസ്. ഇവിടെ ക്വസ്റ്റൻ എന്താ? ഇതിനൊന്ന് നമുക്ക് സീരീസ് ഒന്ന് ഫിൽ ചെയ്യണമായിരുന്നു അല്ലേ. സോ ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് വി ഇവിടെ ഫിൽ ചെയ്തു, ദെൻ പി ഇവിടെ ഫിൽ ചെയ്തു. ഓരോ ഓപ്ഷൻ ആയിട്ട് എടുത്ത് ഫിൽ ചെയ്ത് നോക്കാം. സെഡ്, ദെൻ അഗെയിൻ സെഡ്, പി, വി, എ, പി. സോ ഇവിടെ ഒരു ലോജിക്ക് വരുന്നുണ്ട് നോക്കി. ഇവിടെ നടുക്ക് വെച്ച് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് 1, 2, 3, 4, 5, 6, 7,
9, 10, 11, 12, 13, 14, 15. 15 എന്ന് പറയുമ്പോൾ നമുക്ക് നടുക്ക് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ 5 ആക്കിയിട്ട് അല്ലെങ്കിൽ 3 ആക്കിയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോറി, ലോജിക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ 5 വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നോക്കും പി വി എ എ പി, പിന്നെ സെഡ് സെഡ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ലാസ്റ്റ് ഒക്കെ പി വി എ പി വരുന്നുണ്ട്, പക്ഷെ നടുക്ക് കറക്റ്റ് അല്ല അല്ലെ. അപ്പൊ പിന്നെ ഇതല്ല സംഭവം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. അടുത്തേലും ഇതേപോലെ ഒന്ന് എഴുതി നോക്കും, സംഭവത്തിൽ ഒന്ന് എഴുതി നോക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് എഴുതി നോക്കും. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് മാറ്റി നമുക്ക് എഴുതാം. രണ്ടാമത്തെ സ്ഥാനം ഞാൻ എഴുതി നോക്കുമ്പോൾ എങ്ങനെയാ വരുന്നത്? സെഡ് അല്ലെ, ഇവിടെ പി, ഇവിടെ വി, ഇവിടെ വി, എ പി വി സെഡ്. ഒരു കറക്റ്റ് ഓർഡർ വരുന്നുണ്ടോ? 5 കഴിയുമ്പോഴോ അല്ലെങ്കിൽ 3 കഴിയുമ്പോഴോ ഒക്കെ നോക്കിക്കേ. പി സെഡ് എ എ പി അല്ലെ, 5 കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനം, പിന്നെയും ഇങ്ങനെ ഒരു രസമില്ല അല്ലെ, അതും ഒരു കറക്റ്റ് ആയിട്ട് വരുന്നില്ല. ഇനി 3 കറക്റ്റ് ആയിട്ട് വരുന്നില്ല, 2 അങ്ങനെ ഒന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നില്ല അല്ലെ. അപ്പൊ പിന്നെ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. യെസ്, അടുത്തതിലേക്ക് നോക്കാം. മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നോക്കാം അല്ലെ. മൂന്നാമത്തെ വരുമ്പോ എങ്ങനെയാ വരുന്നേ? ഇവിടെ സെഡ് വരുന്നു, ഇവിടെ വി വരുന്നു, ഇവിടെ പി വരുന്നു, ഇവിടെ എ വരുന്നു അല്ലെ. ഇവിടെ പി വരുന്നു, ഇവിടെ സെഡ് വരുന്നു, ഇവിടെ എ വരുന്നു, ഇവിടെ വി വരുന്നു. നോക്കൂ, പി സെഡ് എ എ വി, പി സെഡ് എ എ വി, പി സെഡ് എ എ വി. കണ്ടോ, കറക്റ്റ് ആയിട്ട് വരുന്നില്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ നമ്മൾ ഇത്രേ ഉള്ളൂ. അതിപ്പോ എല്ലാവരും നമുക്ക് ഒരേ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല, എപ്പോഴും 5 തന്നെ നമുക്ക് സ്പീറ്റ് ചെയ്യണമെന്നില്ല. സോ എഴുതി നോക്കുക, എഴുതി നോക്കിയിട്ട് ഒരു ലോജിക്ക് വെച്ച് കറക്റ്റ് ആയിട്ട് ഒരു ഓർഡർ ഒക്കെ കിട്ടുന്നുണ്ടോ നോക്കുക, ഒരു സീക്വൻഷ്യൽ ഓർഡർ ഒക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും അവിടുത്തെ ആൻസർ വരും. ഓക്കെ അല്ലേ? മൂവിങ്. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ് എന്നുള്ളത് അല്ലെ. എം എഫ് ടി, എൻ ഐ എസ് ഐ, പി എൽ ക്യു ഐ, ദെൻ എസ് ഒ എൻ ഐ, ഡബ്ല്യു ആർ ജെ ഐ. സോ നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ഓപ്ഷൻ നോക്കൂ, എം എൻ ഐ. എം എൻ ഐ പറയുമ്പോൾ തൊട്ടടുത്തുള്ള എൻ പി ഐ അല്ലെ. ഇവിടെ +1 വന്നു. ഒന്ന് പി ഐ മീൻസ് എത്ര എണ്ണാണെന്നൊക്കെ നോക്കൂ, 14 കഴിഞ്ഞ് 16ാമത്തെ ലെറ്റർ, അപ്പൊ +2 വന്നു അല്ലെ. പി എസ് ഐ മീൻസ് ക്യു ആർ എസ്, 3ാമത്തെ ലെറ്റർ അല്ലെ. പി എന്ന് പറയുന്നത് 16ാമത്തെയും എസ് എന്ന് പറയുന്നത് 19ാമത്തെയാണ്. എസ് ഡബ്ല്യു ഐ മീൻസ് എസ് കഴിഞ്ഞ് 4ാമത്തെ ലെറ്റർ ആണോ ഡബ്ല്യു നോക്കിക്കേ. 19, ഡബ്ല്യു 23 കറക്റ്റ് ആണ്. അപ്പൊ ഇനി 5ാമത്തെ ലെറ്റർ ആണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. 1, 2, 3, 4, 5. ബി ആണ് ഇവിടെ വരേണ്ടത്. കറക്റ്റ് ബി വരുന്നു. ആർ യു ഐ, ഇ അല്ല എന്ന് നമുക്ക് ക്ലിയർ ആണ്. നമുക്ക് സെക്കൻഡ് ലെറ്ററിലും ഡൗട്ട് വരുന്നുണ്ട്. സോ രണ്ടാമത്തെ ലെറ്റർ കണ്ടുപിടിക്കാം. എഫ് ഐ ഐ. എഫ് ഐ ഐ മീൻസ് എഫ് എത്രാമത്തെ? 6ാമത്തെയും ഐ 9ാമത്തെയാണ്. സോ +3 ആണ് അവിടെ വന്നിരിക്കുന്നത്. ഐ എൽ ഐ, ഐ എത്രാമത്തെയാ? 9ാമത്തെ, എൽ 12ാമത്തെയാണ്. അപ്പൊ എഗെയിൻ +3 തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. എൽ ഒ ഐ മീൻസ് എൽ 12ഉം ഒ 15ഉം ആണ്. ഇത് പറയുന്നത് എത്രാമത്തെ ലെറ്റർ? 18ാമത്തെ ലെറ്റർ. അപ്പൊ അവിടെയും +3 തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ. സോ അപ്പൊ അടുത്ത് എന്താ വരേണ്ടത്? 6, 18, 18 +3, 21. യു ആണ് വരേണ്ടത്. അപ്പൊ ബി യുയിലാണ് തുടങ്ങുക. എന്തായാലും ബി ബി എൽ എന്ന് ക്ലിയർ ആണ്. ഇനി ലാസ്റ്റ് ലെറ്റർ അല്ലെ, ടി. ടി എസ് ഐ. ടി എങ്ങനെ എസ് ആവാ? ടി എത്രാമത്തെ ലെറ്റർ നോക്കൂ? 20. എസ് എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ? എസ് എന്ന് പറയുന്നത് 19ാമത്തെ ലെറ്റർ. അപ്പൊ -1 ആണ് അവിടെ വന്നിരിക്കുന്നത് അല്ലെ. എസ് ക്യു ഐ. എസ് എന്ന് പറയുന്നത് 19ാമത്തെയും ക്യു എന്ന് പറയുന്നത് 17ാമത്തെ ലെറ്റർ ആണ്. സോ -2 ആണ് അവിടെ വന്നിരിക്കുന്നത്. ക്യു എൻ ഐ മീൻസ് ക്യു എന്ന് പറയുന്നത് 17ാമത്തെയും എൻ എന്ന് പറയുന്നത് 14ാമത്തെയാണ്. സോ -3 ആണ് അവിടെ വന്നിരിക്കുന്നത്. എൻ ജെ ഐ മീൻസ് എൻ 14ാമത്തെയും ജെ 10ാമത്തെയാണ്. സോ -4 ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത് എന്താ വരേണ്ടത്? -5 അല്ലെ. ജെ എന്ന് പറയുന്നത് 10, 10 -5, 5 എന്ന് പറയുന്നത് ഏതാണ് ലെറ്റർ? ഇ ആണ് ലെറ്റർ. സോ ബി യു ഇ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ. മറ്റേത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ലോജിക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. യെസ്, ഇനി പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു തന്നത്. 25% ഓഫ് 1200 മൈനസ് 50% ഓഫ് 300. നമ്മൾ പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും 100% ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 50% ഒക്കെ എങ്ങനെയായിരിക്കും? കാരണം 100% ആ നമ്പർ തന്നെയാണെങ്കിൽ 50% എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന് ഹാഫ് ആയിരിക്കും അല്ലെ. അപ്പൊ 50% ഓഫ് 300 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും കിട്ടുക? 150 ആയിരിക്കും അവിടെ കിട്ടുക അല്ലെ. പിന്നെ 25% ഓഫ് 1200 എന്ന് പറയുമ്പോൾ ഒരു സംഖ്യയുടെ 25% പറയുമ്പോൾ എന്തായിരിക്കും വരിക? 50%-നും പകുതി അല്ലെങ്കിൽ 100%-ന് 4 കൊണ്ട് ഹരിക്കുക. 100% 1200 ആണ്. 1200 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ പകുതിയുടെ പകുതി കാണുക. പകുതി കാണുമ്പോൾ 50% ആവും. അതിന്റെ പകുതി കാണുമ്പോൾ 25% ആവും. അപ്പൊ 1200ന്റെ 50% എത്ര വരിക? 600. 600ന്റെ 50% എത്ര വരിക? 300.
ഇപ്പൊ 25% ഓഫ് 300 എത്രയാ 300 ആയിരിക്കും വരിക. അങ്ങനെ 300 മൈനസ് 150 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. എത്രയായിരിക്കും വരിക 300 മൈനസ് 50 150 ആയിരിക്കും വരിക. സോറി ഓപ്പൺലി നമുക്ക് ആൻസർ ഉണ്ടായിരുന്നില്ല. 150 ആണ് ആൻസർ വരിക കേട്ടോ. അതായത് 1200 25% പറയുമ്പോൾ ബൈ 4 300 കിട്ടും. 50% ഓഫ് 300 എന്ന് പറയുമ്പോൾ ആദ്യം പകുതി 150 കിട്ടും. 300 മൈനസ് 150 30 ആണ് ആൻസർ കിട്ടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഓപ്ഷൻ ഇല്ല. സോ അപ്പോ ആൻസർ 150 ആണ് വരിക. അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നു? ഫൈൻഡ് 10% ഓഫ് 1854 പ്ലസ് 1% ഓഫ് 353. നമുക്കറിയാം ഒരു സംഖ്യയുടെ 100% എന്ന് വെച്ചാൽ ആ സംഖ്യ തന്നെയാണ്. അപ്പൊ 100% ഓഫ് 1854 ആണ് കാണാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് 1854 തന്നെയായിരിക്കും. 10% പറയുമ്പോൾ എന്താ വ്യത്യാസം? 100ഉം 10 തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു പൂജ്യത്തിന്റെ കുറവല്ലേ? സോ അതേപോലെ ഒരു പൂജ്യം അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇപ്പുറത്തേക്ക് മാറ്റി കുത്തിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇപ്പൊ എത്രയായിരിക്കും ആൻസർ? 185.4 ആയിരിക്കും ആൻസർ. ഓക്കെ, അതായത് ഇത്രയുള്ളൂ. 100% എത്രയാണോ ആ സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റിന്റെ ഇപ്പുറത്തേക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. പോയിന്റ് സംഖ്യ അല്ലാത്ത സംഖ്യ ആണെങ്കിൽ പോയിന്റ്സ് ആണെങ്കിൽ ആ പോയിന്റ് എടുത്തൊന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതാണ് 10% കണ്ടുപിടിക്കാനുള്ള. ഓക്കെ, ഏത് സംഖ്യ ആണെങ്കിൽ 10% കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യാം? 1200 10% ആണെങ്കിൽ 120 എന്ന് വരുന്നതിന്റെ റീസൺ ആ ലാസ്റ്റത്തെ പൂജ്യത്തിന് മുമ്പ് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ 120 പോയിന്റ് പിടിച്ച് ലാസ്റ്റത്തെ പൂജ്യത്തിന് വിലയില്ലാത്തതുകൊണ്ട് നമ്മൾ 120 എന്ന് വായിക്കും. ഇവിടെ 118.54 ആയതുകൊണ്ട് 1854 ആയതുകൊണ്ട് ആ പോയിന്റ് 4നും കൂടി വിലയുള്ളത് കൊണ്ട് നമ്മൾ 185 പോയിന്റ് നിന്ന് എടുക്കുന്നു. ഓക്കെ, അടുത്ത 1% ഓഫ് 355. അപ്പൊ 100% ഓഫ് 355 ആണ് കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ 355 എന്ന് എഴുതുമായിരുന്നു അല്ലെ. 1% എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം? ഇവിടെ 2 പൂജ്യം പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇതിനിടയ്ക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിരിക്കുന്നു അല്ലെ. 1.00% പറയുമ്പോൾ 1% അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സംഖ്യ ഏതാണോ അതിന് 2 സ്ഥാനം മുമ്പ് കുത്തിടുക എന്നുള്ളതാണ്. അപ്പൊ എത്ര ആൻസർ വരിക? 3.55 എന്നായിരിക്കും വരിക. അതായത് ഇപ്പോഴും എവിടെയാ 100% എത്രയാണോ അതിന് 2 സ്ഥാനം മാറ്റി കുത്തിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. 3.55. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. 155.4 അതേപോലെ തന്നെ 3.55 തമ്മിൽ കൂട്ടുമ്പോ നമുക്കറിയാം 5 ലാസ്റ്റ് 5 4 9 5 3 അല്ലെ 188.95 ആയിരിക്കും ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ വാട്ട് ഇസ് 33% ഓഫ് 1800 എന്നുള്ളതാണ് വരുന്നത്. 33% ഓഫ് 1800 എത്രയാണ് എന്നുള്ളതാണ് ശരി. സോ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 33% കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 30% കണ്ടുപിടിച്ച് അതിനോടൊപ്പം ഒരു 3% കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടില്ലേ? എത്രയായിരിക്കും 30%? 30% എങ്ങനെ കണ്ടുപിടിക്കും? 10% into 3 ചെയ്താൽ 30% കിട്ടും. എത്രയാണ് 1800 10%? 180 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ 180 ആയിരിക്കും. ആ 180 into 3 ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിട്ടുള്ള 540 ആയിരിക്കും 30%. ആണല്ലോ. 3% എത്രയായിരിക്കും? 13 തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഒരു പൂജ്യത്തിന്റെ കുറവല്ലേ? 30% 540 ആണെങ്കിൽ 3% എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എത്രയായിരിക്കും വരിക? 54 ആയിരിക്കും വരിക. 54.0 അഥവാ 54 ആയിരിക്കും വരിക. 13 3 തമ്മിലുള്ള ഡിഫറൻസ് ഒരു പൂജ്യത്തിന് കുറവാണ്. അപ്പോ നമ്മുടെ സംഖ്യ പൂജ്യം ഉണ്ടെങ്കിൽ ആ പൂജ്യത്തിനെ കളയാം. അല്ലെങ്കിൽ 545 ആണെങ്കിൽ 54.5 എന്ന് എഴുതിയാൽ നമുക്ക് 3% കിട്ടും. അങ്ങനെ 20% 2% കാണാം, 50% 5% കാണാം, 60% എന്ന് 6% കാണാം. ഇതെല്ലാം ഇതേ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 540 54 594. സോ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 594 ആയിരിക്കും ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഈസ് 45% ഓഫ് 4444 എന്നുള്ളതായിരുന്നു ചോദ്യം. 45% കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ 50% മൈനസ് 5% ചെയ്താൽ 45% കിട്ടും. അല്ലെങ്കിൽ 40% പ്ലസ് 5% ചെയ്താലും മതി. പക്ഷെ നമുക്ക് 50% കിട്ടിയാൽ 5% കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും നല്ലത്? 50% മൈനസ് 5% ആയിരിക്കും എളുപ്പം അല്ലെ. എത്രയായിരിക്കും? 4444 എന്ന് പറയുന്ന 4444 50% സംഖ്യയുടെ 50% എങ്ങനെ കണ്ടുപിടിക്കാം? നേരെ പകുതി കണ്ടാൽ മതി. എത്ര വരിക? 2222 എന്ന് വരും. 5% എത്രയായിരിക്കും? 2222 എത്ര കുറയ്ക്കണം? ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക അതിനിടയ്ക്ക്. 222.2 കുറയ്ക്കാം. 222.2 എത്രയായിരിക്കും? 2222 പോയാൽ 2000 ആയിരിക്കും. അതിനൊരു പോയിന്റ് 2 കൂടെ പോയി കഴിഞ്ഞാൽ എത്രയായിരിക്കും വരിക? 1999.8 ആയിരിക്കും ആൻസർ. ഓക്കെ, നമ്മൾ എഴുതി കുറയ്ക്കാനും നിൽക്കണ്ട. 2222 ആദ്യം 222 കുറയ്ക്കാം. അപ്പൊ നമുക്ക് 2000 എന്നുള്ള ഒരു ആൻസർ കിട്ടും. ആ 2000 നിന്ന് പോയിന്റ് 2 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടാം? 1999.8. സിമ്പിൾ അല്ലേ?
യെസ്, അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മുടെ 4ാമത്തെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ആഴ്ചത്തെ 5ാമത്തെ ടെസ്റ്റ് പേപ്പർ ആയിട്ട് കണ്ടുമുട്ടും. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.